നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2165 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരള. ഡോക്ടർ RK ന്യൂ ലൈഫ് അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയുടെ സ്ഥാപകൻ. ഡോക്ടർ സൂര്യ രാജീവ് BHMS. COPD ചികിത്സയും ഹോമിയോപ്പതിയും ചികിത്സാനുഭവങ്ങൾ, ഔഷധ പ്രയോഗം ഭാഗം 2 ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇതിനോടകം നമുക്ക് 4ാമത്തെ ക്ലാസ്സാണ് സാർ തരുന്നത്. ഇന്നത്തെ ഔഷധ പ്രയോഗം ഭാഗം 2 എന്ന ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറിനെയും ഡോക്ടർ സൂര്യ രാജീവിനെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിരിക്കും. ക്ലാസ്സുകളൊക്കെ കേട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും നോക്കുക. ഇത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മുൻപിൽ വയ്ക്കുമെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ക്ലാസ്സുകളുടെ ഇത് മാറ്റാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മളിപ്പോൾ COPD എന്ന് വെച്ചാൽ എന്താണ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഡോക്ടർ സൂര്യ തന്നു. രണ്ടാമത്താണെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹിഡൻ പ്രോട്ടോകോൾ എന്താണ്, മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ എന്താണ് ഇന്ന് ബ്രീഫായിട്ട് തന്നെ തന്നത്. എങ്കിൽ തന്നെ അതിന്റെ നിലപാടിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇപ്പോ ലെവൽ 1, 2, 3 ലെവൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നമ്മുടെ കീനോട്ട്സ് ഉണ്ട്, മോഡാലിറ്റീസ് ഉണ്ട്. കീനോട്ട് സിംറ്റം, മോഡാലിറ്റി, മറ്റുള്ള സിംറ്റമാറ്റോളജി മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നാലും 1, 2, 3 ലെവൽ ആ ലെവലിന്റെ ട്രീറ്റ്മെന്റിലാണ് നമുക്ക് കൂടുതൽ പത്തോളജിക്കൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും പത്തോളജിക്കൽ ഇമ്പോർട്ടൻസിന് കൊടുക്കണം. ആ ചാർട്ട് കഴിഞ്ഞ നമ്മളെ എടുത്തൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ എന്നൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ. കഴിഞ്ഞത്തെ സ്ലൈഡ് നമ്മളെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചവരുണ്ടോ? അപ്പൊ ഇന്ന് ഇപ്പൊ അതിനെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് കവർ ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പൊ ഡോക്ടർ സൂര്യയെ കൊണ്ട് എല്ലാം ഒന്ന് ഓവർ റീഡ് വായിപ്പിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇന്ററാക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു ക്ലാസ് കൂടി ഇടയിൽ വെക്കാം. അതിനിടയ്ക്ക് ഒരു HP സ്കോറിംഗ് സിസ്റ്റം അടുത്ത പ്രാവശ്യം നിതീഷിനെ കൊണ്ടും പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് അതിന്റെ സ്കോറിംഗ് സിസ്റ്റം ഇപ്പൊ നമ്മൾ ചേർത്ത് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഒരു HP സ്കോർ സിസ്റ്റം കമ്പൈൻ ചെയ്ത് എന്താണ് എന്ന് വെച്ചാൽ തനിഷ് ഡോക്ടർ പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്തായാലും ഇതുവരെ നമ്മൾ തെറപ്യൂട്ടിക്സ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ എല്ലാവരും? കേൾക്കാം സാർ. തെറപ്യൂട്ടിക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മളൊരു മെഡിസിൻ എടുക്കുമ്പോൾ, ഒരു മെഡിസിൻ ഇപ്പൊ മെറ്റീരിയൽ മെഡിക്ക ഇപ്പൊ കഴിഞ്ഞ ആ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ വേണം മെറ്റീരിയൽ മെഡിക്ക നമ്മൾ പഠിക്കാൻ തയ്യാറാക്കാൻ. അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലെ ഓരോ പോയിന്റ്സ് യു ക്യാൻ കളക്ട് ഇറ്റ് ഫ്രം ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെത്തോളജി എന്ന് കേൾക്കുമ്പോഴേക്ക് പിന്മാറേണ്ട ആവശ്യമില്ല. പക്ഷെ അതേ സമയത്ത് സിംറ്റമാറ്റോളജി മാത്രം കവർ ചെയ്യുന്നവർക്ക് കീനോട്ട്സ് ഉപയോഗിക്കാം, മൊഡാലിറ്റി ഉപയോഗിക്കാം. ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം കവർ ചെയ്താൽ നമുക്ക് 1, 2, 3 ലെവൽ, ഞാൻ ഈ ഹെഡ് പ്രോട്ടോകോൾ ലെവലിൽ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ അല്ലെങ്കിലും ദാറ്റ് ഐ എം സെയിങ് വാട്ട് ഐ എം സെയിങ്. അപ്പൊ നിങ്ങളിതില് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആലിയം സെപ്പയാണ് പറഞ്ഞത്. അപ്പൊ ആലിയം സെപ്പയുടെ സിംറ്റംസ് നമ്മൾ കണ്ടു. ആലിയം സെപ്പയിൽ നിന്ന് പല സ്റ്റേജസിൽ നിന്ന് ലാസ്റ്റ് വന്നൊരു COPD COPD എത്തുന്ന സമയത്ത് ഇപ്പൊ COPD എന്ന് പറഞ്ഞിട്ടൊരു കേസ് നമ്മൾ ഡയഗ്നോസ് വരുമ്പോൾ അതൊരിക്കലും ലെവൽ 1, 2, 3 അല്ല. 3 ആവാം, അല്ലെങ്കിൽ 4th, 5th, 6th ആയിരിക്കും. അപ്പൊ therefore COPD എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒന്ന് ഓവറോൾ ഡോക്ടർ സൂര്യ പറയും. സൂര്യ പറഞ്ഞതിന് ശേഷം ഓൺലി ആഫ്റ്റർ കംപ്ലീഷൻ ഐ ഷാൽ ഗിവ് എക്സാക്ട് ഡീറ്റെയിൽസ്. ഓക്കെ സൂര്യ, കണ്ടിന്യൂ ചെയ്യും. സൂര്യ, യെസ്. സ്ലൈഡ് കേൾക്കുന്നുണ്ട്. സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല സാർ, സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തിട്ടില്ല.
ആരാ ഷെയർ ചെയ്യുന്നത്? സാറാണോ അതോ സൂര്യ ഡോക്ടറാണോ? അല്ല സാർ, ആ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യോ? ചെയ്തു ആ കിട്ടിയില്ലേ? വന്നിട്ടുണ്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന എടുത്തോളൂ കേട്ടോ. അപ്പൊ എടുത്തു വെച്ചാൽ പിന്നെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരെണ്ണം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റി. ഇതനുസരിച്ച് കളക്ട് ചെയ്താൽ മതി. വിസിബിൾ അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാവരും കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോ അലിയം സിപ്പയാണ് റെമഡി നമ്മൾ എടുക്കണത്. അപ്പൊ അലിയം സിപ്പ ഞാൻ പറഞ്ഞിരുന്നു ഉള്ളിയാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ വരുന്ന മ്യൂക്കസ് മെംബ്രെയിനിലാണ്. അവിടെ ഇറിറ്റേഷൻ കോസ് അതിലുള്ള ഫോർമാലിൻ, സാറ് പറഞ്ഞ പോലെ ഫോർമാലിനും തയോസൾഫേറ്റ് ഒക്കെ വെച്ച് അവിടെ ഇറിറ്റേഷൻ വന്നിട്ട് ഡിസ്ചാർജ് കൂട്ടാണ് അലിയംസിപ്പയുടെ ആക്ഷൻ അവിടെ വരുന്നത്. അപ്പൊ ഒരു അക്യൂട്ട് റെമഡിയാണ്. നമ്മളെല്ലാ തുമ്മല് ജലദോഷത്തിനൊക്കെ നമ്മൾ അക്യൂട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു റെമഡിയാണ് അലിയംസിപ്പ. അപ്പൊ നമുക്കറിയാം കിണ്ടം പ്ലാന്റ് കിണ്ടാണ്. അതുപോലെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൾബ് ഓഫ് അലിയംസിപ്പയാണ്. അതുപോലെ മയാസം വരുന്നത് സോറിക് വിത്ത് സൈക്കോട്ടിക് ടെൻഡൻസി. സോറയാണ് എങ്കിലും അവർക്കൊരു സൈക്കോട്ടിക് ടെൻഡൻസി ഉണ്ട്. തെർമൽ എന്ന് പറയുന്നത് ഹോട്ട് ആണ്. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. അപ്പോ നമ്മുടെ ഫാമിലി കിണ്ടം പ്ലാന്റ് ആണ്. ഫാമിലി ലില്ലിയേസിയ ഫാമിലിയാണ്. മെയിൻ ആയിട്ട് സോഴ്സ് വരുന്നത് ബൾബാണ്. പിന്നെ മയാസം സോറിക് വിത്ത് സൈക്കോട്ടിക് ടെൻഡൻസി. അപ്പൊ നമുക്കറിയാം നമ്മുടെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് അലർജിക് റൈനൈറ്റിസ് ആയിട്ട് വരികയാണ്. അതായത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ മൂക്കൊലിപ്പുണ്ട്, അതുപോലെ തന്നെ വാട്ടറി ഡിസ്ചാർജ്, നല്ല വെള്ളം പോലെ വരുന്നുണ്ട്, തുമ്മലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് മെയിൻ ആയിട്ട് അലിയംസിപ്പ നമുക്ക് കൊടുക്കാം. ഇപ്പൊ അലിയംസിപ്പ കൊടുത്ത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഈ ചില ആൾക്കാര് നേരെ എങ്ങടാ പോവാ? അലോപ്പതി ഡോക്ടറുടെ അടുത്തേക്ക് പോവാ. അവിടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അസുഖം മാറണു എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകുമ്പോ അവര് എന്താ കൊടുക്കുക? നമ്മുടെ ആന്റി ഹിസ്റ്റമിൻസ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാറ്റയുടെ ഒക്കെ പെത്തോഫിസിയോളജി പറഞ്ഞപ്പോ ഓർക്കുണ്ടോന്ന് അറിയില്ല. അതിൽ ബ്ലാറ്റ ചെയ്യുന്നത് നമ്മുടെ മാസ് സെൽസിലുള്ള ഹിസ്റ്റമിനെ, അതായത് മാസ് സെൽസിൽ ഡീഗ്രാനുലേഷൻ തടയുക. അതായത് മാസ് സെൽസിൽ വരുന്ന ആ ഒരു ഗ്രാനുൾസ് ആണ് ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റമിൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻസ് കുറയും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി ആൾക്കാര് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻസ് ആന്റി ഹിസ്റ്റമിൻസ് കൊടുക്കും. അതായത് നേരെ ചെന്ന് ഹിസ്റ്റമിന്റെ വരവ് നിർത്തും. അതായത് ടെമ്പററി ആയിട്ട് ഹിസ്റ്റമിന്റെ വരവ് നിർത്തും. അതുപോലെ തന്നെ ഒരു സ്റ്റിറോയിഡ്സ് കൊടുക്കാം. കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ഒക്കെ പറഞ്ഞിട്ട് സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീകൺജസ്റ്റൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീകൺജസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേസൽ ലൈനിങ്, അതുപോലെ പാരാനേസൽ സൈനസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഒക്കെ ലൈനിങ്ങിലുള്ള ബ്ലഡ് വെസൽസിനെ ഇത് ചുരുക്കും. അപ്പൊ എന്തുണ്ടാവും? ആ ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൂക്കിലത്തെ ടർബിനേറ്റ്സ് ഒക്കെ ചുങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും സ്നീസിങ്ങോ അലർജി ഒക്കെ വരുമ്പോൾ ടർബിനേറ്റ് നോർമലി സാധനം ഒന്ന് വികസിക്കാതെ സ്വെള്ളനാവും. അപ്പൊ അതിന്റെയൊക്കെ ആ ബ്ലഡ് വെസൽസ് ചുങ്ങുമ്പോൾ ഇതൊക്കെ ചുങ്ങിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് എയർ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു സപ്രഷൻ ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ പറയാറുണ്ട് നമുക്കിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഒരു കുട്ടി, 2 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്തെങ്കിലും ഒരു അസുഖം, എന്തെങ്കിലും ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഈ 2 കുട്ടികൾക്കും ഇൻഫെക്ഷൻ വരുന്നില്ല. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഐസ്ക്രീം കഴിച്ച് എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അവിടെ കോൾഡ് വരുന്നില്ല. ചില കുട്ടികൾക്ക് മാത്രമേ കോൾഡ് വരുന്നുള്ളൂ. കാരണം എന്താ? അവരുടെ ഇമ്മ്യൂണിറ്റി വീക്കാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം വരുന്നത്. അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫിസിക്കലി മെന്റലി സോഷ്യലി ഇമോഷണലി എല്ലാം ഹെൽത്തി ആയിരിക്കണം. അപ്പൊ എല്ലാ ആൾക്കാർക്കും അസുഖം വരാത്തത് അവർ അൺഹെൽത്തി ആയതുകൊണ്ടാണ്. അപ്പോ ഈ അലോപ്പതിക് ട്രീറ്റ്മെന്റിൽ എന്താ ചെയ്യുന്നത്? അവർ ജസ്റ്റ് ആ ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസിനെ എതിരെയായിട്ട് പ്രവർത്തിച്ച് ആ ബാക്ടീരിയനെ വൈറസിനെ കളയാണ് ചെയ്യണേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു? ഇതോടൊപ്പം നമ്മൾ റീസ്റ്റോർ, അതായത് നമ്മൾ അഫോറിസത്തിൽ പറയണത് പോലെ ബാക്ക് ടു നോർമൽ ഹെൽത്തി ആക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മൾ അലർജിക് റൈനൈറ്റിസ് ഉള്ള ഒരാള് അലോപ്പതിക്കിൽ പോകുമ്പോൾ അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വരുമ്പോ അവിടെ നേരെ പോണത് ബ്രോങ്കയിലേക്കാണ് അഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാം നോസ് ഉണ്ട്, സൈനസ് ഉണ്ട്, ലെയറിൻസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്. അവിടേക്കൊക്കെ ഇൻഫെക്ഷൻ വന്ന് താഴേക്ക് എത്തും. നേരെ ബ്രോങ്കയിലേക്കാണ് ആ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു അലർജി ആയിട്ട് എന്തെങ്കിലും സ്നീസിങ് ആയിട്ട് വരുന്ന ഒരാള് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് റിക്കറന്റ് ആയിട്ട് ഈ അറ്റാക്ക്, നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും മെഡിസിൻ കഴിച്ചു, സിട്രസിൻ കഴിച്ചു, അലർജി നിന്നു, വീണ്ടും വരികയാണ് അയാൾക്ക് അലർജി, വീണ്ടും സിട്രസിൻ കഴിക്കുക. അങ്ങനെ ഒരുപാട് നാളായിട്ട് സിട്രസിൻ കഴിക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട്.
അതുപോലെ തന്നെ ഈ അലർജിക് റൈനൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് റിക്കറന്റ് ആയിട്ട് വന്ന് അവസാനം ഇത് റിക്കറന്റ് ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറാണ്. അതായത് അതിന്റെ സിംറ്റംസ് വരുന്നത് കഫ് വരും, മ്യൂക്കസ് വരും, വീസിങ് വരും. അതായത് വാട്ടറി ഡിസ്ചാർജും സ്നീസിങ്ങും ഇച്ചിങ്ങും തുടങ്ങിയ ഒരാൾക്ക് ഇപ്പൊ വരുന്ന സിംറ്റംസ് എന്താണ്? ലങ്സിന്റെ അവിടേക്ക് ബ്രോങ്കയിലേക്ക് എത്തി, കഫ് വരും, മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ വീസിങ് ഉണ്ടാവും. ഇത് വീണ്ടും ഇങ്ങനെ റിക്കറന്റ് ബ്രോങ്കൈറ്റിസ് ആയി അതായത് ബ്രോങ്കസ് നശിച്ച് വരുമ്പോൾ അവസാനം ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് എത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മാസം തുടർച്ചയായിട്ടുള്ള ഒരു കഫ് ഉണ്ടാവും, അതും പ്യൂറുലന്റ് എക്സ്പെക്ട്രേഷൻ, അതാണ് വ്യത്യാസം. അപ്പൊ ആ ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് ആ പേഷ്യന്റ് എത്തിപ്പെടാണ്. അതായത് സ്നീസിംഗ് നിന്ന് തുടങ്ങി അവരുടെ പ്രിസ്ക്രിപ്ഷനിലൂടെ ആള് ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസിലെത്തും. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒരു ഇൻഫ്ലമേഷൻ തന്നെയാണ്. ഒരുപാട് ഒരു നമ്മുടെ സെൽ, അതായത് റെസ്പിറേറ്ററി ലൈനിങ്ങില് ഒരു ഇൻഫ്ലമേഷൻ, ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ചാർജ് ഒക്കെ കൂട്ടി അവര് ആ ഒരു വൈറസിനെയോ അല്ലെങ്കിൽ ബാക്ടീരിയനെ എടുത്തു കളയാനുള്ളൊരു എന്താ പറയുക, ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം തന്നെ നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ക്രോണിക് ആയിട്ട് ഈ ഇൻഫ്ലമേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തുണ്ടാവും? ആ ഭാഗത്തെ സെൽസ് ഹൈപ്പർപ്ലേഷ്യ വന്ന് ഈ പാരൻകൈമ, അതായത് സെല്ലുലാർ പാരൻകൈമ പതുക്കെ മയോ ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ ആയിട്ട് മാറി ഫൈബ്രോസിസ്, അതായത് ലങ് ഫൈബ്രോസിസിലൊക്കെ വരുന്ന സ്റ്റേജിലേക്ക് എത്താണ്. അതാണ് എയർവേ റീമോഡലിംഗ് എന്ന് പറയുന്നത്. അതായത് മ്യൂക്കസ് ഹൈപ്പർ സിക്രീഷൻ ഉണ്ടാവുക, തിക്കൻഡ് ആവുക, അതുപോലെ തന്നെ ഫൈബ്രോസിസ് നടക്കുക. ഒന്നുമില്ല, ഇൻഫ്ലമേഷൻ കൂടി വന്ന് റെസ്പിറേറ്ററി ലൈനിങ്ങിലത്തെ സെൽസ് ഒക്കെ ഹൈപ്പർ പ്ലാസ്റ്റിക് ആയി അവര് പതുക്കെ മയോ ഫൈബ്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് ആയി മാറാണ് ചെയ്യണേ. അവസാനം ആ ഒരു മനുഷ്യന് COPD എസ്റ്റാബ്ലിഷ്ഡ് ആവും. അതാണ് ആ ഒരു ഡിസീസ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വെറും ഒരു മൂക്കൊലിപ്പും സ്നീസിങ്ങും അലിയംസിപ്പ കൊണ്ട് മാറുന്ന കാര്യം എവിടെ എത്തി? ഈ ഡീകൺജസ്റ്റൻസും ഹിസ്റ്റമിൻസും ഒക്കെ കഴിച്ച്, ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ കഴിച്ച് COPD എസ്റ്റാബ്ലിഷ് ആയി. ഇതാണ് ആ ഒരു ഡിസീസ് എവല്യൂഷൻ പാത്വേ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, അല്ലാതെ അത് ആ നോസിന്റെ ആ പാത്വേ ആലോചിച്ചാൽ നേസൽ ക്യാവിറ്റി വരും, പിന്നെ അത് സൈനസിലേക്ക് പടരും അസുഖം, പിന്നെ ലെയറിങ്സ് ട്രക്കിയ വരെ നമ്മുടെ അലിയംസിപ്പ കവർ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അത് താഴേക്ക് വന്ന് ട്രക്കിയ വന്ന് ബ്രോങ്ക്യൂൾസ്, അവിടെ ലങ്സ് അവസാനം അഫക്റ്റഡ് ആവാണ്. അതാണ് ഡിസീസ് എവല്യൂഷൻ പാത്വേ വരുന്നത്. ഇനി നമുക്ക് കീനോട്ട് സിംറ്റംസ് നോക്കാം അലിയംസിപ്പയുടെ. നമുക്ക് അറിയണ കാര്യം തന്നെയാണ്, പ്രൊഫ്യൂസ് വാട്ടറി ഡിസ്ചാർജ് ഫ്രം നോസ് ഉണ്ടാവും, അതുപോലെ ബേണിംഗ് ഇൻ നോസ് വരും. അതായത് പ്രൊഫ്യൂസ് വാട്ടറി ഡിസ്ചാർജ് ഉണ്ടാവും, ബേണിംഗ് ഇൻ നോസ് ഉണ്ടായിരിക്കും, വേഴ്സ് ഇൻ വാം റൂം. സൂര്യ ക്ലിയർ ഇപ്പൊ സ്ലൈഡ് കിട്ടിയോ? ക്ലിയർ ആയില്ലേ? കിട്ടിയില്ലേ? വേഴ്സ് ഇൻ വാം റൂം, അവർക്ക് വാം റൂമും വാം റൂം, അതായത് ചൂടായ ഒരു റൂമിലേക്ക് കയറുമ്പോൾ അഗ്രവേഷനും, ബെറ്റർ ഇൻ ഓപ്പൺ എയർ, പൾസാറ്റിലേക്ക് പോലെ ബെറ്റർ ഇൻ ഓപ്പൺ എയർ ആണ്, ഫോസ്ഫറസും പൾസാറ്റിലേക്ക് പോലെ. സ്നീസിങ് ഉണ്ടായിരിക്കും, സ്നീസിങ് നേരെ നമ്മുടെ യൂഫ്രേഷ്യയുടെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. യൂഫ്രേഷ്യക്ക് നല്ല ആക്രിഡ് മറ്റേ ഐ ഡിസ്ചാർജ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് അലിയംസിപ്പ. അപ്പൊ ബ്ലാൻഡ് ഇറിറ്റേറ്റിംഗ് ഡിസ്ചാർജ് ആണ് ഇവർ നേസൽ ഡിസ്ചാർജ് വരുന്നത്. ഏർലി മോർണിംഗ് അഗ്രവേഷൻ, ഇതൊക്കെ നമ്മൾ കീനോട്ടിലും ബോറിക്കിലും ഒക്കെ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി മൊഡാലിറ്റി നോക്കുമ്പോൾ വാം റൂമും മോർണിംഗും സ്പ്രിങ്ങും ഡാം വെതർ ഒക്കെ അവർക്ക് വേഴ്സ് ആണ്. ബെറ്റർ ഓപ്പൺ എയർ, കോൾഡ് എയർ ആഫ്റ്റർ സ്നീസിങ് ഒക്കെ അവർക്ക് ബെറ്റർ ആണ്. എന്നാൽ നേരെ മറിച്ച് സബാഡിലേക്ക് ആണെങ്കിൽ പെട്ടെന്ന് സ്നീസിങ് വന്നു കഴിഞ്ഞാൽ അവർ ആകെ വേഴ്സ് ആവാ ചെയ്യുക. സ്നീസിങ് കഴിഞ്ഞാൽ ഇവർക്ക് ബെറ്റർ ആഫ്റ്റർ സ്നീസിങ് ആണ്. അപ്പൊ അതാണ് ഈ അലിയംസിപ്പയുടെ മൊഡാലിറ്റീസും കീനോട്ട് ആയിട്ടുള്ള സിംറ്റംസും വരുന്നത്. പിന്നെ ഓർഗൻ അഫിനിറ്റി, അതായത് എവിടെയാണ് അലിയംസിപ്പയുടെ ആക്ഷൻ വരുന്നത്? ഞാൻ പറഞ്ഞു നോസ്, ഐസിൽ ആക്ഷൻ വരുന്നുണ്ട്, ലെയറിങ്സ് വരുന്നുണ്ട്, ബ്രോങ്കൈ വരുന്നുണ്ട്, റെസ്പിറേറ്ററി മ്യൂക്കോസ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ലെയറിങ്സ് വരെയാണ്, പിന്നെ റെസ്പിറേറ്ററി മ്യൂക്കോസ ആണ് മെയിൻ ആയിട്ട് ഒരു ഓർഗൻ അഫിനിറ്റി വരുന്നത്. ടിഷ്യൂ അഫിനിറ്റി എവിടെയാ? മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിൻ അവിടെ ഇറിറ്റേഷൻ വരും, ഇൻഫ്ലേമേഷൻ വരും, അതുപോലെ ഹൈപ്പർ സെൻസിറ്റീവ്. നമ്മൾ ഉള്ളി ഒന്ന് കടിച്ചു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും? ഈ ആൾക്കാരെ സെൻസിറ്റീവ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ടു ഓർഡേഴ്സ് ആയിരിക്കും, വീപ്പിംഗ് ഡിസ്പോസിഷൻ. നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് വരാറുണ്ടല്ലോ, ഈ കടുക് വറക്കണ മണം പറ്റില്ല, അതിന് തുമ്മൽ കൂടും, അങ്ങനെ അഗർബത്തി, സെന്റ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുമ്മൽ കൂട്ടും എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതുപോലെ ഇവർ സെൻസിറ്റീവ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ടു ഓർഡേഴ്സ് ആയിരിക്കും, വീപ്പിംഗ് ഡിസ്പോസിഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അലിയംസിപ്പയുടെ ഒരു
മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, കീനോട്ട് സിംറ്റംസും മൊഡാലിറ്റീസും ഒക്കെ. ഇനി റെമഡി റിലേഷൻഷിപ്പ് ആണ്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വേഗം ഓടിച്ചു പോയത്. റെമഡി റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേംസുകൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് റെമഡി റിലേഷൻഷിപ്പിൽ ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. കോഗ്നേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവർ ബയോളജിക്കലി സിമിലർ ഇൻ ഒറിജിൻ ആയിരിക്കും. ബയോളജിക്കലി അവർ, അതായത് ഇപ്പൊ യൂഫ്രേഷ്യ, സബാഡില്ല, ജെൽസീമിയ ഒക്കെ പ്ലാന്റ് കിണ്ടെത്തുന്നതായിരിക്കും. അങ്ങനെ സിമിലർ ഇൻ ബയോളജിക്കൽ ഒറിജിൻ ആണ് കോഗ്നേറ്റ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കൺകോർഡന്റ് റെമഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഫാമിലിയിലാണെങ്കിലും അവർക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഫോസ്ഫറസും അലിയംസിപ്പയും ഏകദേശം നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, രണ്ടുപേർക്കും തുമ്മലുണ്ട്, രണ്ടുപേരും കുറച്ച് ലെഫ്റ്റ് സൈഡഡ് ആണ്, റെമഡീസ് ആണ്. അതുപോലെ രണ്ടുപേരുടെ ആക്ഷൻ മെയിൻ ആയിട്ട് ഈ എയർ പാസേജസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ വേറെ ഫാമിലി ആണെങ്കിലും വേറെ ഗ്രൂപ്പ് ആണെങ്കിലും ദേ ഷെയർ സം കോമൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സം കോമൺ സിമിലാരിറ്റീസ്. അങ്ങനെ വരുന്നതാണ് കൺകോർഡന്റ് റെമഡീസ്. യൂഷ്വലി കോംപ്ലിമെന്ററിയുടെ ഒരു വകഭേദമാണ് ഈ അതായത് നമ്മളിപ്പോ ബോറിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ കോംപ്ലിമെന്ററി റെമഡീസ് കാണാം. അലിയംസിപ്പയ്ക്ക് പൾസാറ്റില ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അങ്ങനെ കുറെ കാണാം. ഈ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്ഷൻ, അതായത് ഒരു സാധനം തുടങ്ങി വെച്ചത് കംപ്ലീറ്റ് ആക്കാം. ആ കോംപ്ലിമെന്ററിയുടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരാണെങ്കിലാണ് കൺകോർഡന്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററിയിൽ ആ റെമഡി ഉണ്ടെങ്കിലും ആ റെമഡി കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് അലിയംസിപ്പയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൺകോർഡന്റ് എന്ന് വിളിക്കും. ഒന്നുമില്ല, രണ്ടും സിമിലർ ഇൻ ആക്ഷൻ ആയിരിക്കും, പക്ഷെ ഡിഫറൻസ് ഇൻ ദ ഒറിജിൻ. അതായത് രണ്ടുപേരും വേറെ വേറെ ഒറിജിൻ ആണെങ്കിലും അവരുടെ ആക്ഷൻസിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവും. അതാണ് കോംപ്ലിമെന്ററി കൺകോർഡന്റ് റെമഡി എന്നും പറയുന്നത്. ഇനി ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോമിയോപ്പതിക് അഗ്രവേഷൻസ് വരും, മെഡിസിൻ അഗ്രവേഷൻസ് വരും. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി, അതിന്റെ എഫക്ട് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ആന്റിഡോട്ട്. മോസ്റ്റ് കോമൺലി നമ്മൾ ക്യാംഫർ കൊടുക്കും, കോഫിയ കൊടുക്കും, പൾസാറ്റില, നക്സ്വോമിക്ക, അതൊക്കെയാണ് നമ്മൾ ആന്റിഡോട്ട് ആയിട്ട് കൊടുക്കുക. അതായത് ഒരു മരുന്ന് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് അഗ്രവേഷൻസ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിഡോട്ട് കൊടുക്കുന്നത്. ഇനി വരുന്ന ഇനിമിക്കൽസ്. എനിമി എന്ന് ആലോചിച്ചാൽ മതി. അതായത് ഒരു മരുന്ന് തീരെ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള റെമഡീസ് ആണ് ഇനിമിക്കൽ എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും ആ ഒരു റെമഡി കൊടുത്താൽ അതിന് ഫോളോ ചെയ്ത് ഒരിക്കലും ഈ ഒരു റെമഡി കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എപ്പിസ് കൊടുത്താൽ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്ത് റെസ്റ്റോക്സ് കൊടുക്കരുത്. ലാക്കസിസ് കൊടുത്താൽ ഫോളോ ചെയ്ത് സെപ്പിയ കൊടുക്കരുത്. അതായത് അവരൊരു ആക്ഷൻ, അതായത് അവർക്കൊരു ആക്ഷൻ ശരിക്കും ഒരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല, അവിടെ മൊത്തത്തിൽ കോളാക്കി തരും വൈറ്റൽ ഫോഴ്സിനെ. അതാണ് ഈ പറയുന്നത് ഇനിമിക്കൽ. മറ്റേത് ന്യൂട്രലൈസേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു കോമ്പാറ്റബിൾ അല്ല, ചേരില്ല രണ്ടും തമ്മിൽ. അതായത് ചേരൂല്ല, ഉള്ളത് വേഴ്സ് ആക്കുകയും ചെയ്യും. അതാണ് ഇനിമിക്കൽ എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഓർഗൻ റെമഡീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ അലിയംസിപ്പെ പോലെ തന്നെ ലങ്സിനും ആ ഒരു ഭാഗങ്ങളിലൊക്കെ അഫക്ഷൻ വരുന്ന റെമഡീസ് നമുക്കറിയാലോ. സെനേഗ, ജസ്റ്റീഷ്യ, ഗ്രൈൻഡീല, കാലിബ, ഇതൊക്കെ നമ്മൾ COPD-ക്ക് കൊടുക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഓർഗൻ അഫിനിറ്റി സെയിം ആയിട്ട് വരുന്നതാണ് ഓർഗൻ റെമഡീസ്. നോസോഡ്സ് ഇതുപോലെ തന്നെ നമുക്കറിയാം, ട്യൂബർക്കുലിനും ബാസിലിനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻ ഒക്കെ ബാസിലത്തിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലങ്സിൽ അഫക്ഷൻ വരുന്ന നോസോഡ്സ് ആണ്, ലങ്സ് മീൻസ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അഫക്ഷൻ വരുന്ന നോസോഡ്സ് ആണ് ട്യൂബർക്കുലിനും ബാസിലിനും. ഇനി വരുന്നത് ഏതാ? ടിഷ്യൂ സോൾട്സ്. നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ നാട്രം സൾഫ് കൊടുക്കാറുണ്ട്, ഏതെങ്കിലും ഒരു മരുന്നിന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നാട്രം സൾഫ് കൊടുക്കാറുണ്ട്, കാൽക്കേരിയ സൾഫ് കൊടുക്കാറുണ്ട്, കാലി സൾഫ്. ഇതൊക്കെ ടിഷ്യൂ സോൾട്സ് റിലേറ്റഡ് ടു ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. അത്രയാണ് ടിഷ്യൂ സോൾട്സ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഡിഫറൻഷ്യൽ റെമഡീസ് എന്ന് പറയും. അതായത് എക്സാക്ട് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സിംറ്റംസ് ഈ റെമഡീസിൽ ഉണ്ടാവും. അതായത് അലിയംസിപ്പ നമ്മൾ പറഞ്ഞല്ലോ, ആക്രിഡ് ആയിട്ടുള്ള നേസൽ ഡിസ്ചാർജ് ആണെങ്കിൽ ആർസാൽവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബേണിംഗ് ഡിസ്ചാർജ് ആയിരിക്കും, അതുപോലെ ആൻസൈറ്റി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ വേണ്ട, അത് നോക്കണ്ട, നമ്മൾ സബാഡിലെ നോക്കിയാൽ മതി. അലിയംസിപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്രിഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ സബാഡിലെ കുറച്ചുകൂടി വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും. അവിടെ നേസൽ പാർട്ടിക്കിൾസ് ഒന്നും അവിടെ കൊറോഡ് ആവണില്ല അലിയംസിപ്പെ പോലെ. അങ്ങനെ ഒരു എക്സാക്ട് ഓപ്പോസിറ്റ്, ഇപ്പൊ റെസ്റ്റോക്സിന് നമ്മൾ ബ്രയോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് അമ്ലറേഷൻ ആണല്ലോ. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് സിംറ്റംസ് വരുന്നതാണ് ഈ നമ്മുടെ ഡിഫറൻഷ്യൽ റെമഡീസ് എന്ന് പറയുന്നത്. അതായത് പൾസാറ്റിലയിൽ തിക്ക് ബ്ലാൻഡ് ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്കറിയാം അലിയംസിപ്പയിൽ ആക്രിഡ് നേസൽ ഡിസ്ചാർജ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് സിംറ്റംസ് വരുന്നതാണ് ഡിഫറൻഷ്യൽ റെമഡീസ് എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലിമെന്ററി കംപ്ലീറ്റ് ആക്ഷൻ പറയുന്ന പോലെ അതിന്റെ ഒരു ഭാഗമാണ് കൺകോർഡ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അത് കൺകോർഡന്റ് ആയി. ഇനിമിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള റെമഡീസ്, ആന്റിഡോട്ട് എഫക്ട് ന്യൂട്രലൈസ് ചെയ്യാൻ, പിന്നെ
കോഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ ഒറിജിൻ ആയിരിക്കും. ബയോളജിക്കലി ദേ വിൽ ബി സിമിലർ ഇൻ ഒറിജിൻ. പിന്നെ ടിഷ്യൂ സോൾസും നോസോൾസും ഓർഗൻ റെമഡീസ് റിലേറ്റഡ് ടു ലങ്സ് ആൻഡ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇതാണ് ആ ഒരു റെമഡി റിലേഷൻഷിപ്പ് വെബ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് റെമഡി ഗ്രോത്ത് മാപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരെ ഒരു കേസ് വന്നു, നമ്മൾ അലിയംസിപ്പ കേസ് കൊടുത്ത് അവര് കുറെ, അതായത് ആന്റിഹിസ്റ്റമിൻസും ഡീകൺജസ്റ്റൻസ് ഒക്കെ കൊടുത്ത് കൊളായ ഒരു കേസ് നമ്മുടെ അടുത്ത് വരുമ്പോ ഒരു ഞാൻ പറയാച്ച ഒരു 60% ആ ഒരു കേസ് ഫോസ്ഫറസ് ആയി ഉണ്ടാവും. അതായത് ആ ഒരു ഫോസ്ഫറസ് സ്റ്റേജ്, അതായത് അലിയംസിപ്പയുടെ ഒരു കംപ്ലീറ്റ്, അതായത് അക്യൂട്ട് ആണെങ്കിൽ ഫോസ്ഫറസ് ക്രോണിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അലിയംസിപ്പയുടെ ക്രോണിക് ആയിട്ട് നമുക്ക് ഫോസ്ഫറസ് കൊടുക്കാൻ പറ്റും. കാരണം രണ്ടിലും ഏകദേശം സിമിലർ ആണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ സിംറ്റംസ് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അലിയംസിപ്പയില് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ഒക്കെ ആണെങ്കിൽ ഫോസ്ഫറസിൽ കുറച്ചും കൂടി ബ്ലഡ്, അതായത് ആ ഒരു അസുഖം നേരെ ലങ്സിലേക്ക് എത്തി ഫോസ്ഫറസ് വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മള് ഒരു അലിയംസിപ്പയുടെ മരുന്ന് വെറുതെ മരുന്നല്ലാണ്ട് നോക്കിയാൽ തന്നെ ശരിക്കും പറയണത് അലിയംസിപ്പയ്ക്ക് ഫോസ്ഫറസ് വേണത്ര വളരാൻ, അവരുടെ ഒരു ബൾബ് മെച്യൂർ ആവാനൊക്കെ ആ ഒരു മിനറൽ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അലിയംസിപ്പയ്ക്ക് ഫോസ്ഫറസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഒരു അത്രയും ഒരു സിമിലാരിറ്റി ഉണ്ട്. ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഫോസ്ഫറസ് ആണ്. അലിയംസിപ്പ തുടങ്ങി വെച്ച ഒരു അലർജിക് റൈനൈറ്റിസ്, അതായത് അത് ലങ്സിലേക്ക് എത്തി, അതായത് സപ്രഷൻ വന്നിട്ട് ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിന് ഫോസ്ഫറസ് കൊടുക്കാം. കാരണം നമുക്കറിയാം ബേണിംഗ് ചെസ്റ്റ് ഉണ്ട്, ഫോസ്ഫറസിന് കുറച്ചും കൂടി ബേണിംഗ് ചെസ്റ്റ് ഉണ്ട്, സെൻസിറ്റീവ് ലങ്സ് ആവും, എംഫസിമാറ്റസ് ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്തു, അതായത് ആൽബിയോലയുടെ ലൈനിങ് ഒക്കെ ബ്രേക്ക് ആയി ഡൈലേറ്റഡ് ആയി എംഫസിമാറ്റസ് സ്റ്റേജ് വരെ എത്തി. അതായത് 10 കൊല്ലം മുന്നേ നമ്മൾ അലിയംസിപ്പ കൊടുത്തൊരു കേസ് 10 വർഷത്തിന് ശേഷം വരുമ്പോൾ അത് ഫോസ്ഫറസ് എത്തിണ്ടാവുന്നു. കാരണം ആ ഒരു സപ്രഷൻ ചെന്ന് ലങ്സിലേക്ക് എത്തിണ്ടാവും. ഇനി അങ്ങനെ ഫോസ്ഫറസ് കൊടുക്കേണ്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ട്യൂബർക്കുലർ ഹിസ്റ്ററി, അയാൾക്ക് ഒരു ട്യൂബർക്കുലസ് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇന്റർ കറന്റ് ആയിട്ട് ട്യൂബർക്കുലിനം കൊടുക്കാം. അതായത് അയാൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഈ നൈറ്റ് ഈവനിങ് റൈസ് ഇൻ ടെമ്പറേച്ചറോ അതുപോലെ റിക്കറിംഗ് ഇൻഫെക്ഷൻസോ ഡിസ്ട്രക്ഷൻ ടെൻഡൻസി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ, അതായത് വെയിറ്റ് ലോസോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്യൂബർക്കുലിനം ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാം ആ ഒരു പേഷ്യന്റിന്. ഇനി എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു സ്ട്രക്ചറലായി ഞാൻ പറഞ്ഞു ആസ്പിഡോസ്പെർമിയൊക്കെ, അതായത് നമുക്ക് ഒരു വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ, അതായത് റെസ്പിറേറ്ററി സ്റ്റിമുല, അതായത് അത്രയും ഒരു കണ്ടീഷൻ വേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഈ ഫോസ്ഫറസിന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് ആസ്പിഡോസ്പെർമ, അതായത് ഓരോ സ്റ്റേജിൽ നമ്മുടെ അടുത്തേക്ക് വരാം. അതായത് പേഷ്യന്റ് ഓരോ കണ്ടീഷനിൽ ചിലപ്പോൾ വരാം. അപ്പൊ അങ്ങനെ വൈറ്റൽ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, അതായത് വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് തീരെ ശ്വാസം കിട്ടാത്ത അവസ്ഥയിലൊക്കെ നമുക്ക്, അതായത് നമ്മളറിയാലോ ഓക്സിജൻ ലെവൽ, അതായത് പാർഷ്യൽ ഓക്സിജൻ ലെവലൊക്കെ 90-92 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആസ്പിഡോസ്പെർമ സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കാം. ഇനി എല്ലാം കഴിഞ്ഞ ഒരു ഫൈനൽ സ്റ്റേജ്, അതായത് കാർബോവെജ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ആ കാർബോവെജ് എന്ന് പറഞ്ഞാൽ ആൽവിയോലൈ ബ്ലഡ് വെസൽസിന്റെ ലെവലിലെത്തും, അത്രയും താഴ്ന്ന ലെവലിലെത്തും. അതായത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗം പ്രശ്നമാണ് ആ കാർബോവെജില്. അതായത് കാർബോവെജിന് മെയിൻ പ്രശ്നം വരുന്നത് അവിടെ ബ്ലഡ് ഒക്കെ ഡിറ്റ്യൂറേഷൻ, ബ്ലഡിലൊരു പ്രശ്നങ്ങൾ വന്ന് ബ്ലഡ് നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിൽ ആക്സെപ്റ്റ് ചെയ്യാത്ത ആ ഒരു ലാസ്റ്റ് സ്റ്റേജ്, അതായത് ടെർമിനൽ സ്റ്റേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ, നമുക്കറിയാലോ കാർബോവെജ് ലാസ്റ്റ് സ്റ്റേജിലാണ് കൊടുക്കുക. അപ്പോൾ കാർബോവെജും നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കാം. മെയിൻ ആയിട്ട് അലിയംസിപ്പയുടെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഫോസ്ഫറസ് ആണെങ്കിലും നമുക്കൊരു ട്യൂബർക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ട്യൂബർക്കുലിനും, അതുപോലെ വൈറ്റൽ കപ്പാസിറ്റിക്കൊക്കെ പ്രശ്നം വരുന്നെങ്കിൽ ആസ്പിഡോസ്പെർമയും, അവിടെ ഒരു ബ്ലഡിന്റെ ഡിസിന്റഗ്രേഷൻ വരുന്നുണ്ടെങ്കിൽ, അതിന് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാർബോവെജും കൊടുക്കാൻ പറ്റും. അതാണ് ആ ഒരു ഗ്രോത്ത് ചാർട്ട് പറയണത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതെ അതെ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത് കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. അപ്പൊ നമുക്കിപ്പോ ഇതായത് നമ്മളൊരു ഏതൊരു രോഗത്തെ വന്നാലും ക്രോണിക് ഡിസീസ് വരുമ്പോ നമ്മൾ എടുക്കേണ്ട അറിയേണ്ട കുറെ മാനദണ്ഡങ്ങളാണ്. ഇന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഒരു ക്രോണിക് കേസ് മാനേജ് ചെയ്യാന്നുള്ളത്. വെറുതെ നമ്മൾ കുറെ മെഡിസിൻ കൊടുത്തുകൊണ്ടോ മെഡിസിൻ കുറെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടോ നോ സോർട്സ്. അപ്പം നമ്മൾ ഒരു ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസും കൂടി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് എടുക്കുന്നത്. ഈ തന്നിരിക്കുന്ന ചാർട്ട് പ്രകാരം 2 രീതിയിലും കൺസിഡർ ചെയ്തു പോകാനാണ്. അവിടെ എന്താ കാരണം വെച്ചാൽ അഫോറിസം 3 പറയുന്നത് നോളജ് ഓഫ് ഡിസീസ് ആൻഡ് നോളജ് ഓഫ് മെഡിസിൻ, 2 ഭാഗമാണ് നമ്മൾ എടുത്തത്.
അപ്പൊ നോളജ് ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ടു ബി ക്യൂവേർഡ് ഇൻ ഡിസീസസ്, രോഗത്തിൽ എന്താണ് മാറ്റേണ്ടത് എന്നാണ്. ദ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ക്യൂറേറ്റീവ് ഇൻ മെഡിസിൻ ആൻഡ് വാട്ട് ഈസ് ദ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ ഡ്രഗ് എന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് ബേസ് എടുക്കണം. ഇതെല്ലാം ഈ 1, 2, 3 ലെവൽസ്, ഞാൻ പറഞ്ഞ ഹിഡൻ പ്രോട്ടോകോൾ ലെവൽസിൽ 1, 2, 3 ലെവൽസിലാണെങ്കിൽ അപ് ടു മൈസം വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ പത്തോഫിസിയോളജിക്ക് വലിയ ഇമ്പോർട്ടൻസ് അവിടെ വേണമെന്നില്ല. പക്ഷെ 4th, 5th, 6th ഉപയോഗിക്കുന്ന ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും പത്തോഫിസിയോളജിക്കൽ അപ്രോച്ച് ഉണ്ടായേ പറ്റൂ. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഏതൊരു രോഗം വരുമ്പോഴും കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രോഗ്നോസിസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പത്തോഫിസിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ കേവലം ഒരു സിംറ്റം വെച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതിലുപരി നമ്മളെ രോഗിയെ മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ പറഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻ്റ് എന്ന് പറയും. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഭാഗം കാണാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻ്റ് എന്നാണ്, പേഷ്യൻറ്റിനെ മനസ്സിലാക്കണം. പേഷ്യൻറ്റിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ലീസ്റ്റ് മിനിമം നമുക്ക് വേണ്ടത് ദ ക്യാരക്ടർ, ടെമ്പറമെന്റ്, ക്യാരക്ടർ, ടെമ്പറമെന്റ്, നേച്ചർ. അപ്പൊ നമ്മൾ ഈ 3 കണ്ടീഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പേഷ്യന്റിനെ നമ്മൾ മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കുമ്പോൾ ഈ ആളുടെ ഫിസിക്കൽ നേച്ചർ, മെന്റൽ നേച്ചർ രണ്ടും നമ്മൾ എടുക്കും. നമ്മൾ മെന്റൽ നേച്ചറിൽ എടുത്തു കഴിഞ്ഞ് മെന്റൽ നേച്ചറായിട്ട് എടുത്ത് മനസ്സിലാക്കുന്ന രീതികൾ അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ മെന്റൽ ആറ്റിറ്റ്യൂഡ്, അപ്പോൾ ഒറ്റ വാക്കിൽ മെന്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ് ഇത് രണ്ടും നമ്മൾ കവർ ചെയ്യുക. മെന്റൽ ആറ്റിറ്റ്യൂഡ് കവർ ചെയ്യുക, ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ് കവർ ചെയ്യുക. പിന്നെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ. ഈ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും നമുക്ക് തെറ്റുകൾ വരാം. കാരണം ചില ആൾക്കാർ എക്സ്ട്രോവേർട്ടായിട്ട് കാണാം, പക്ഷെ ആക്ച്വലി ഇൻട്രോവേർട്ട് ആയിരിക്കാം. അപ്പോൾ വി മസ്റ്റ് ഹാവ് എ കപ്പാസിറ്റി ടു ഡിഫറൻഷിയേറ്റ് or to understand a patient. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് എന്താണ്, പേഷ്യന്റിനെ മനസ്സിലാക്കണം. പേഷ്യന്റിനെ മനസ്സിലാക്കാനുള്ള ഈ 3 ഇത് പ്രധാനപ്പെട്ട നമ്മൾ അടുത്ത പറഞ്ഞു 4C മാത്രമാണ്. അതായത് അണ്ടർസ്റ്റാൻഡ് കോസ്, എഫക്റ്റ്, സിസ്റ്റത്തിൽ ഏത് ടിഷ്യൂസിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യാനുള്ള കാരണം എന്ത്, ഇത്രയുള്ള കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ വരും. അപ്പോഴാണ് സൈഡ് എഫിനിറ്റി, തെർമൽ, മയാസം എല്ലാം വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കാനാണ് ഇപ്പൊ നമ്മൾ ഞങ്ങളുടെ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ പ്രകാരം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലിമം കിട്ടും. അപ്പോ ഹിഡൻ ഏത് ഒരു നെറ്റിന്റെ കണക്ഷൻ പോയതാണ്. കേൾക്കുന്നുണ്ടല്ലോ? ഓഡിബിൾ ആയോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാറേ, കുറച്ചു നേരം ഇല്ലായിരുന്നു സാറ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഇപ്പൊ ഇന്ന് ഒരു മരുന്നിനെ പറ്റിയാണെങ്കിലും അതിന്റെ പ്രോസസ്സ് ഇപ്പൊ മിക്കവാറും നിങ്ങളെല്ലാവരും അത്യാവശ്യം പഠിച്ചു കാണുന്നതാണ് എൻ്റെ വിശ്വാസം, അല്ലെ? അത്യാവശ്യം ഒരു ഏത് രീതിയിലാണ് നമ്മൾ എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ക്ലാസ്സോട് കൂടി. ഇനി നമുക്ക് ഇതിനെ മറ്റുള്ള തെറപ്യൂട്ടിക്സ് വെച്ച് COPD ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു ക്ലാസ്സും കൂടി വയ്ക്കാം. അപ്പൊ 2 ക്ലാസ്സും കൂടി ഇതിനെ തന്നെ തരുന്നുണ്ട്. അപ്പൊ ഒരു ക്ലാസ് നമുക്ക് ഒരു ഇന്ററാക്ഷനും IHP സ്കോർ സിസ്റ്റം അനാലിസിസും ഇതും കൂടി ആയിട്ട് ചെയ്യാൻ, അതിനോടുകൂടി തന്നെ ഒരുമാതിരി നിങ്ങൾക്ക് കഴിയും. ലാസ്റ്റ് നമുക്ക് COPD ബ്രീഫായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അപ്പം എല്ലാ മരുന്നുകളെ പറ്റി അത്യാവശ്യം പറയാം. അപ്പൊ എന്തായാലും അപ്പൊ നമ്മളിപ്പോ ഇതിൽ പഠിച്ചെന്താണ്, 3 നമ്മള് ഹനുമാൻ പറഞ്ഞിരിക്കുന്ന 3ാമത്തെ അഫോർസത്തിലെ 2 കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. നോളജ് ഓഫ് ഡിസീസ്, അല്ലെ? നോളജ് ഓഫ് ഡിസീസ് ആൻഡ് നോളജ് ഓഫ് മെഡിസിൻ. അപ്പൊ ഡിസീസിന്റെ നോളജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി മസ്റ്റ് നോ all these things there, anatomy, physiology and everything we must know because pathology is there. ഇവിടെ നമുക്ക് എന്താണ്, അപ്പൊ ഏത് ഒരു രോഗം വന്നാലും ഇൻ ബ്രീഫായിട്ട് പറയാണ്. ഇപ്പൊ COPD എന്ന് മാത്രം COPD പറയാന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് വരിക. COPD കേസ് ആണെങ്കിൽ ഇപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ അതിൽ എവിടെ, ഇപ്പൊ നേരത്തെ സൂര്യ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏത് ഭാഗത്താണ് ഇൻവോൾവ്മെന്റ്, ഏത് ടിഷ്യൂ ആണ് എഫക്ട് ചെയ്യണേ, അത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണോ ഓൾട്ടർ ചെയ്യുന്നത്, വേറെ ഏത് ഭാഗമാണ് എന്ന് കൃത്യമായി
നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവരുടെ സിംറ്റം വെച്ചുകൊണ്ട് മാത്രമല്ല അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, 4th കേസ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൽ വരുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ട്? ഇന്ന് മിക്കവാറും നമുക്കെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിട്ടിയ കേസുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അതിലുപയോഗിക്കുന്ന അമോണിയം കാർബൺ എന്ന് പറഞ്ഞാൽ മതി. അമോണിയം കാർബൺ എവിടെയൊക്കെ ആക്ട് ചെയ്യുന്ന മരുന്നാണെന്ന് നമുക്കറിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഡെപ്ത് എത്രയാണ്. അതുപോലെ നമ്മൾ ഓരോ മരുന്നിനെ കുറിച്ചും അറിയാനുള്ള ആഗ്രഹം ജനിപ്പിക്കലാണ് ഇപ്പം ഇതിൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ ഇതിൽ. ഇത് വേറെ അല്ലാണ്ട് വലിയ അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ വി ആർ ഓൺലി ജസ്റ്റ് ജോയിനിങ്, എല്ലാം ജോയിൻ ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു COPD കേസാണല്ലോ, COPD കേസാണ് എടുക്കണേ എങ്കിൽ അവിടെ റെസ്പിറേറ്ററി ഈ ശ്വാസത്തിൻ്റെ എന്താണ് അതിൻ്റെ കുറവ് വന്നാൽ, എന്താണ് കൂടുതൽ വന്നാൽ, ഏതൊക്കെ സാധ്യതകളാണ്, അതായത് സ്ട്രക്ചറിലാണോ, സ്ട്രക്ചറിൽ ഡീപ്പായിട്ട് ഡീജനറേറ്റീവ് നേച്ചർ. ഞാൻ എപ്പോഴും പറയാറുണ്ട് 3 തരത്തിൽ: ഇൻഫ്ലമേറ്ററി, ഇൻഡ്യൂറേറ്റീവ്, അൾസറേറ്റീവ്. ഇൻഫ്ലമേറ്ററി ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് എല്ലാത്തിനും ഇൻഫ്ലമേറ്ററി റെമഡീസ് മതിയാവാം. അവിടെ ഒരു സ്ലൈറ്റ് alteration that which is only occurring, that is in the functions, അതിന്റെ ഫങ്ഷനിലായിരിക്കും. ഓൾമോസ്റ്റ് ദാറ്റ് മേ കം അണ്ടർ വയസ്സത്തിലുള്ള ഒരു പേഷ്യൻ്റ് ആണ് എങ്കിൽ അവിടെ ഫങ്ഷണൽ മാത്രമേ ഓൾട്ടർ ചെയ്തിട്ടുള്ളൂ. അതിനെ വീണ്ടും അത് സൈക്കോട്ടിക് ടെൻഡൻസിയിലേക്ക് പോകണമെങ്കിൽ അത് വെൻ ഇറ്റ് ബിക്കംസ് ക്രോണിക്. അപ്പൊ ഏതൊരു ഫങ്ഷണൽ ഓൾട്ടറേഷൻ വരുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആഡിയൻസെപ്പയുടെ സ്റ്റേജിൽ ഒരു ചെറിയ ഡിസ്ചാർജ് വരുമ്പോൾ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് വരണേ, ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ് വരണേങ്കിൽ നമ്മൾക്ക് ആ തരത്തിലുള്ള ആന്റിസോറിക് റെമഡീസ് പ്രിഫർ ചെയ്യാം. നേരെ മറിച്ച് ഇഫ് ഇറ്റ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ആൻ ഇൻഡ്യൂറേറ്റീവ് സ്റ്റേജ്, ഇൻഡ്യൂറേറ്റീവ് സ്റ്റേജ് വരുമ്പോൾ ദാറ്റ് ഈസ് ഹാർഡനിങ് ഓഫ് എനി ടിഷ്യൂ. ഏത് ടിഷ്യൂ ആണെങ്കിലും ഹാർഡൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദർ എനി ടെൻഡൻസി ടു ഹാർഡൻ, ഡെഫിനറ്റ്ലി വി ക്യാൻ തിങ്ക് ഓർ വി ക്യാൻ കാറ്റഗറൈസ് അണ്ടർ സൈക്കോട്ടിക് കാറ്റഗറി. അപ്പൊ സൈക്കോട്ടിക് ആണെങ്കിൽ ആന്റിസൈക്കോട്ടിക് പ്രിഫർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓർ അൾസറേറ്റീവ് ടൈപ്പ്, വി ക്യാൻ തിങ്ക് ഓഫ് ദി സിഫിലിറ്റിക് മൈൽസ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ സൈക്കോട്ടിക് ആൻഡ് ദി സിഫിലിറ്റിക്, the tubercular tendency, tubercular myasm also stands there. Whenever you are taking or considering the tubercular myasm, the tuberculinum is a chilly remedy, whereas bacillum is a hot remedy. Therefore, you both of them you can use wherever it is needed. Likewise, അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വരുമ്പോൾ ഈ സിഫിലിറ്റിക് കഴിഞ്ഞാലാണ് ക്യാൻസർ മയസത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൈസ്മാറ്റിക് ട്രീറ്റ്മെന്റിൽ നമ്മൾ എപ്പോൾ വരുമ്പോഴും ഇപ്പൊ നേരത്തെ ഹിഡൻ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്തോളുന്നില്ല. ഹിഡൻ പ്രോട്ടോകോൾ ലെവലിലാണെങ്കിൽ ഇഫ് എ പേഷ്യന്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് 4, അത് ഓട്ടോ റിവേഴ്സിബിൾ അല്ല. അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യിപ്പിക്കുക തന്നെ വേണം. തേർഡിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, തേർഡിലാണെങ്കിൽ ആ കേസ് ഒരിക്കലും 4th ലെവലിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കണം. അവിടെ നമുക്ക് റിവേഴ്സിബിൾ ആണ്. എത്ര പെട്ടെന്ന് വേണമെങ്കിലും അതിനെ ലെവൽ 2ലേക്ക് ലെവൽ 1ലേക്ക് മാറ്റാൻ സാധിക്കും. മറ്റത് വരുമ്പോൾ 5th ലെവലിൽ വരുമ്പോഴാണ് ശരിക്കും ഒരു ഇറിവേഴ്സിബിൾ പോസ്റ്ററിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വരില്ല, എങ്കിലും ഹിഡൻ പ്രോട്ടോക്കോൾ മുഴുവൻ അറിയില്ല. പക്ഷെ എങ്കിലും പറയുകയാണ്, കഴിഞ്ഞ 2-3 ക്ലാസ് ഇപ്പോൾ ഫോളോ ചെയ്യാവുന്നതല്ലോ, വായിക്കാം. അപ്പം ഈ 4th ലെവലിലുള്ള പേഷ്യന്റ് 5th ലെവലിലേക്ക് എപ്പോൾ കടക്കുന്നു, ആ 5th ലെവലിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും അലോപ്പതിക്കാർക്ക് ശരിക്കും അവിടെ സ്റ്റാൻഡ് ഇല്ല. ദേ വിൽ കംസ് ടു ദി പാലിയേറ്റീവ് സ്റ്റേജ്. അപ്പോഴാണല്ലോ നമ്മൾ വലിയ മിറാക്കിൾസ് നമുക്ക് കാണിക്കാൻ അവസരം കിട്ടാറുള്ളത്. ഈ 4th സ്റ്റേജിൽ നിന്ന് അവർ പാലിയേറ്റീവ് പോലെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് വണ്ടർ റിസൾട്ട് കാണിക്കും. അവിടെയാണ് വി ആർ ഏബിൾ ടു മിറാക്കിൾസ്. അത് അത്തരത്തിൽ, അതായത് ക്രോണിക് കേസുകൾ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി അത് അവരിലേക്ക് എത്തിക്കോളും. ഈവൻ വിത്തൗട്ട് നോയിങ് ദിസ് പെത്തോളജി, ദാറ്റ് റെമഡി വിൽ കം ആൻഡ് ഇറ്റ് വിൽ ഷോ ഇറ്റ്സ് വണ്ടേഴ്സ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. അല്ല റിസൾട്ട് കാണിക്കാൻ, അതായത് ഇപ്പോൾ 4th ലെവല് 5th ലെവല് ട്രീറ്റ് ചെയ്ത്
മിറാക്കിൾസ് കാണിക്കുന്ന ലെജൻസ് തന്നെയാണ് ഇപ്പോൾ ഹോമിയോപ്പതിയുടെ നെടുന്തൂണായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അറിഞ്ഞിട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ പോയാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പാത്തോഫിസിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി മച്ച് എല്ലാം എപ്പോഴും ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇതിലെ ഏത് പേഷ്യൻ്റ് വിത്ത് COPD പേഷ്യൻ്റായിട്ട് നമ്മളെടുത്ത് വന്നാൽ രണ്ടാമത് വേർ ഡിഡ് ദ ഡിസീസ് ബിഗിൻ, എവിടെ നിന്നാണ് രോഗം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഹിസ്റ്ററി ഓഫ് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ, എത്ര പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈസ് ദെയർ എനി സപ്രഷൻ ഹിസ്റ്ററി, ഏതെങ്കിലും സപ്രസീവ്, ഇപ്പോൾ സ്റ്റെറോയിഡ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടൊക്കെ സപ്രഷൻ ഹിസ്റ്ററി. ഇത് ആ ചാർട്ടിലുണ്ട് കേട്ടോ, ചാർട്ട് ശരിക്കും എടുത്തു കഴിഞ്ഞാൽ പറ്റും. അത് ഞാൻ എളുപ്പത്തിലൊന്ന് പറയുന്നു മാത്രം. സപ്രഷൻ ഹിസ്റ്ററി, ഈ സപ്രഷൻ ഹിസ്റ്ററിയിൽ നമ്മളെപ്പോഴും സാധാരണ സിംറ്റംസ് നോക്കുന്നവർക്ക് എപ്പോഴും എന്താ പറയുക, നമ്മൾ സാധാരണ ഇതിൽ ഇറപ്ഷൻസ് സപ്രസ് ചെയ്തിട്ടുണ്ടോ, സൾഫറിലേക്ക് കൊണ്ടുവരാനും സോർണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ടെൻഡൻസിയൊക്കെ നമ്മളിൽ ഇതിലൊക്കെ ആദ്യം കാണാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ആ ടെൻഡൻസിക്ക് പകരം ഇപ്പോഴത്തെ സപ്രഷൻ എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് മിക്കവാറും ഏത് രോഗം വന്നാലും ഇപ്പം നമുക്കറിയാം, മിക്കവാറും ഇന്നത്തെ കുട്ടികളെല്ലാവരും വാക്സിനേറ്റഡ് ആണ് അല്ലേ. ചെറിയ കുട്ടികൾ ജനിച്ചു വരുമ്പോൾ തന്നെ അപ്പം തന്നെ ഒരു വാക്സിനേഷൻ സ്ട്രക്ചറിലേക്ക് വന്നു. പണ്ട് കാലത്ത് ജനിക്കുമ്പോഴൊക്കെ സോറിക് ബർത്താണ്. ഇപ്പം നേരെ മറിച്ചത് ഒരു വാക്സിനേഷൻ വന്നപ്പോൾ ആ ബർത്തിൻ്റെ നേച്ചർ തന്നെ മാറിയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല, അപ്പം അതിൽ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് കാലഘട്ടം മാറുമ്പോൾ വരുന്ന മാറ്റങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കുമ്പോൾ മാത്രമാണ് ഇപ്പം നമുക്ക് തൂജ സൈലീഷയൊക്കെ വരുന്ന ഇൻഡിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഏറ്റവും വണ്ടർ റിസൾട്ടാണ് ഇപ്പോൾ ആൻറ്റിറ്റാർട്ട് അതുപോലെ സബഡിലെ ഓരോ മെഡിസിൻ നമ്മൾ പാത്തോഫിസിയോളജിക്കലായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഇപ്പോൾ ആൻറ്റിറ്റാർട്ടിൻ്റെ പാത്തോഫിസിയോളജി ആണെങ്കിൽ കേൾക്കണമെങ്കിൽ ആൻറ്റിറ്റാർട്ടിൻ്റെ സൂര്യ ഉണ്ടോ നമ്മളെ ആൻറ്റിറ്റാർട്ടിൻ്റെ പാത്തോഫിസിയോളജി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആന്റിയം ടാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇത് വാഗസ് നെർവിലാണ് അതിന്റെ ആക്ഷൻ വരുന്നത്. ഇപ്പൊ നമ്മള് സബാഡില്ലയുടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റിയം ടാർട്ട്. കാരണം സബാഡില്ല ട്രൈജെമിനൽ നെർവിനോട് അതിലാണ് ആക്ഷൻ എന്നുണ്ടെങ്കിൽ ആന്റിയം ടാർട്ട് വരുന്നത് വാഗസ് നെർവ്. നമുക്കറിയാലോ, ആ സിംറ്റംസിൽ നമുക്കറിയാലോ കുറെ മ്യൂക്കസ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ വാഗസ് നെർവിലൂടെയാണ് ആ ആന്റിയം ടാർട്ടിന്റെ ആക്ഷൻ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പത്തോഫിസിയോളജി മനസ്സിലാക്കി വെച്ചാൽ പറ്റും. അപ്പൊ എന്താണ് വാഗസ് നെർവ് എന്ന് പറയുമ്പോൾ എന്താണ് വാഗസ് നെർവിന്റെ പ്രത്യേകത? എന്താണ്? ഇറ്റ് ഈസ് ഹാവിംഗ് ദ കണക്ഷൻ ഫ്രം ദ ബ്രെയിൻ ടു സ്റ്റൊമക്ക്. നമ്മളുണ്ടാകുന്ന ഏത് സൈക്കോ ചേഞ്ചസും നമ്മുടെ സ്റ്റൊമക്കിൽ കാണിക്കാൻ കാരണം തന്നെ വാഗസ് നെർവ്. അപ്പോൾ അത്രയും കൂടുതൽ എഫക്റ്റ് വരുന്ന മരുന്നുകളാണ് നമ്മുടെ ഹോമിയോ മെഡിസിൻ. അത്രയും ഡെപ്തിലാണ് പോയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഈ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം ഹൗ ദ ആലിയൻ സെപ്പ കംസ് ടു ഫോസ്ഫറസ്. അതുപോലെ ഇപ്പോൾ സെബഡിലെ, അതുപോലെ സാംബുക്കോസ്. ഇനിയിപ്പോൾ വേറെ ഡ്രഗ്സുകൾ കുറേ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പിന്നെ തരാം. ഇപ്പം എന്തായാലും അപ്പോൾ സപ്രഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സ്റ്റെറോയിഡ്സ് കഴിച്ചിട്ടുണ്ടോ, ഇങ്ങനെ എല്ലാ കണ്ടീഷൻസും നമ്മൾ നോക്കാനുണ്ട്. അത് ശരിക്കും ഇതിൽ എൻ്റെ കേസ് റെക്കോർഡിൽ ടൈം ലൈൻ എന്നും പറഞ്ഞിട്ട് പ്രൊസീജിയറുണ്ട്. ടൈം ലൈൻ എന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടാകുന്ന രോഗം വന്നാൽ അതിൻ്റെ തൊട്ട് മുൻപുണ്ടായിരുന്ന HPC, ഹിസ്റ്ററി ഓഫ് ദ പ്രസന്റ് കംപ്ലൈൻറ്റ്, അങ്ങനെ തുടങ്ങി വരുന്ന ഒരു പ്രോസസ്സ് ടൈം ലൈനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കേസ് ടേക്കിംഗ് പ്രോസസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്രഷൻ ഹിസ്റ്ററി ഉണ്ടോ നോക്കണം. ഇപ്പോൾ സപ്രഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇറപ്ഷൻ സപ്രഷൻ വരാം, അല്ലെങ്കിൽ ഡയറിയ സപ്രസ് ചെയ്യാം. ഇതെല്ലാം എല്ലാത്തിലുപരി ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മെഡിസിൻ കുറെ കഴിക്കുമ്പോൾ അമർത്തപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഇന്നിപ്പോൾ ഇന്ന് ശ്വാസം മുട്ടുള്ള, പണ്ടൊക്കെ ശ്വാസം മുട്ടുള്ള പേഷ്യൻസിന് ഇഷ്ടം പോലെ കാണാം വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരെങ്കിലും കാണുന്നുണ്ടോ? എന്താ കാരണം? കോൺസ്റ്റന്റ് യൂസ്. അവർ ഇൻഹേലേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പം ശരിക്കും ലങ്സിൻ്റെ 3/4 ഭാഗം പോയാലും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് നോയിങ് ബിക്കോസ് ദേ ആർ യൂസിങ് ദീസ് ടൈപ്സ് ഓഫ് ഏതെങ്കിലും ഇൻഹേലേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയോ. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസ് എല്ലാം മറ്റേ ആൽവിയോളൊക്കെ ലേസി ആയിക്കൊണ്ടിരിക്കുക, മടി പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം എക്സ്പെൽ ചെയ്യണ്ടല്ലോ, അത് ഡയലേറ്റ് ചെയ്യും. എല്ലാ ബ്രോങ്കസിലെ ഡയലറ്റേഷൻ വരുമ്പോൾ ഉടനെ പോയി. അപ്പോൾ ദാറ്റ് മീൻസ് ഓരോ സമയത്തും ഉണ്ടാകുന്നത് ഓരോ ഭാഗത്തും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഈ ഇൻഹേലേഴ്സ് വരുന്നതാണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ദാറ്റ് ബ്രോങ്കസ് ഈസ് ലൂസിങ്.
അതിന് ഇലാസ്റ്റിസിറ്റിയാണ് പോണത്. ആ റിക്കറൻറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലാസ്റ്റിസിറ്റി കൂടി ഡയമീറ്റർ വന്നാൽ എന്തായി, പിന്നെ മ്യൂക്കസ് കളക്കുന്നത് ആ ഡയമീറ്ററിലാണ്, ചിന്തിക്കുന്നത് ഡയമീറ്ററിലാണ്. അപ്പോൾ പിന്നെ ഡിഫിക്കൽറ്റി വരുന്നത് ആ ഡയമീറ്ററിൽ ഫുള്ളാകുമ്പോൾ ഒന്നുകൂടി കൊടുക്കണം. അപ്പം അങ്ങനെ അതിനെ ഒരു ടെൻഡൻസി കൂടാണ്. ബ്രോങ്കസിന്റെ ഡയമീറ്റർ കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് നോട്ട് ഓൺലി ദാറ്റ് the elastic recoiling capacity of the lungs is also correspondingly reduced. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ സപ്രഷൻ എപ്പോഴും എഫക്റ്റ് വരുന്നത്. അപ്പൊ എപ്പോൾ നിങ്ങൾ സപ്രസീവ് എഫക്റ്റ് നോക്കുമ്പോൾ വെറും നമ്മൾ സിംറ്റം മെഡിസിൻ ഉപയോഗിക്കുന്നതിന് പകരം സപ്രസീവ് എഫക്റ്റ് ഏത് ഭാഗത്ത് എഫക്റ്റ് ചെയ്തു എന്ന് കൂടി ഒന്ന് പരിഗണിച്ചാൽ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. ഇത് കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സസെപ്റ്റിബിലിറ്റി, സെൻസിറ്റീവ്, ഫാമിലി ഹിസ്റ്ററി, ട്യൂബർകുലർ ടെൻഡൻസി. അതായത് സസെപ്റ്റിബിലിറ്റി നോക്കാം, പിന്നെ സെൻസിറ്റീവ്, ഫാമിലി ഹിസ്റ്ററി, ഇതെല്ലാം നോക്കിയിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എടുക്കണമെങ്കിൽ നമ്മൾ ശരിക്ക് എല്ലാ അവസ്ഥകളെയും അറിഞ്ഞിട്ട്, നമ്മൾ നേരത്തെ ആ കീനോട്ട് സിംറ്റമിൽ കാണിക്കുക ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ കറന്റ് പത്തോളജി, ഇപ്പോഴത്തെ പത്തോളജിക്കൽ സ്റ്റേറ്റ് എന്താണെന്നാണ്. വെദർ ദ പേഷ്യൻ്റ് ഈസ് ഇൻഫ്ലമേറ്ററി, or ulcerative or carcinogenic or tubercular, ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇൻഫ്ലമേറ്ററി ആണെങ്കിൽ ഏത് സ്റ്റെപ്പ് എടുക്കണം? ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ 5 ഇൻഫ്ലമേഷൻ്റെ 5 എണ്ണം ഏതൊക്കെയാണ്? കാല, റൂബർ, ഡോളർ, ട്യൂമർ, ലോസ് ഓഫ് ഫംഗ്ഷൻ, ഈ 5 എണ്ണം ഉണ്ടായിരിക്കണം. ഇൻഡ്യൂറേറ്റീവ് വരുമ്പോൾ എന്തായി? അവിടെ സെൽസിൽ കൂടി കട്ടി പിടിച്ച് അതിന് ഒരു ക്യാപ്സുലേറ്റഡ് ആവാം, ഇല്ലാത്ത ആവാം, എന്തും ആവാം. ഇഫ് ദർ ഇസ് എ ടെൻഡൻസി. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അത് ഏത് ടിഷ്യൂ ആണ്, കണക്റ്റീവ് ടിഷ്യൂ ആണോ, മ്യൂക്കസ് മെംബ്രെയിൻ ആണോ, ഫൈബ്രസ് ടിഷ്യൂ ആണോ, ഏത് ടിഷ്യൂലാണ്? കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു വർക്ക് ഉണ്ടാവും. അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ അതാണ് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. ഈ വൺ ഹു വാണ്ട് ടു ട്രീറ്റ് വിത്ത് ദിസ് പത്തോഫിസിയോളജി. അങ്ങനെയാകുമ്പോൾ ഭയങ്കര റിസൾട്ടാണ്, ഒരു സംശയമില്ല കേട്ടോ. അത് മാത്രമല്ല, ഇത്രയും നമ്മൾ സിമിലിമം കണ്ടെത്താനുള്ള ഇത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ ഈ പറഞ്ഞ കാര്യത്തിന്. സപ്പോസ് ഇഫ് എ പേഷ്യൻറ്റ്, വാട്ട് എവർ ബി ദ പേഷ്യൻറ്റ്, ഇഫ് യു ആർ കമ്മിങ്, വി ക്യാൻ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും, ഈസി ആയിട്ട് സെയിം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രോസ് ബേസ് ചെയ്തോളൂ, മെഡിസിൻ വിൽ ബി റൈറ്റ് വിത്തിൻ 10 പക്ഷേ ഇത് തറവാവണം, അതാണ് അതിൻ്റെ കാര്യം. അടുത്തത് കറന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇവിടെ മെന്റൽ സിംറ്റം, പക്ഷേ എല്ലാവരും മെന്റൽ സിംറ്റം മാത്രം നോക്കി എടുക്കും. അത് ഞാൻ പറഞ്ഞു, ഈ സിമിലിമം കണ്ടെത്തുന്നതിൽ മോസ്റ്റ് PQRS സിംറ്റംസ് കളക്ട് ചെയ്യുമ്പോഴോ, PQRS പെക്യൂലിയർ, ക്യൂർ, റിയർ ആൻഡ് സിംഗുലർ, ആ സിംറ്റംസ് കവർ ചെയ്യുമ്പോഴോ എല്ലാം കിട്ടും. മെന്റൽ സിംറ്റം, ദെൻ തെർമൽ സ്റ്റാറ്റസ് ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ജനറൽസ് ഉപയോഗിച്ചിട്ട് ഫിസിക്കൽ ജനറൽസ്, മെന്റൽ ജനറൽസ്, ദെൻ പെർട്ടിക്കുലേഴ്സ്. ഈ 4 ഘടകങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുക? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തുക. ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തിയാലും ഏതൊരു പേഴ്സൺ ആണെങ്കിലും ആ പേഴ്സൺ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവർ താമസിക്കുന്ന റെസിഡൻസ് തൊട്ട്, അവർ ജോലി ചെയ്യുന്ന അന്തരീക്ഷം തൊട്ട്, അവരുടെ കുടുംബ അന്തരീക്ഷം തൊട്ട്, ഇതെല്ലാം അവരെ ഒരു സൈക്കിക് ഇൻഫ്ലുവൻസ് വരുത്തുന്ന തരത്തിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാലാവസ്ഥാപരമായിട്ടോ, അല്ലെങ്കിൽ തണുപ്പ്, ചൂട്, തെർമലായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ ദാറ്റ് മേ ഓൾസോ വിൽ ബി ഹെൽപ്ഫുൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ നെക്സ്റ്റ് ഈസ് കറന്റ് സ്റ്റേജ്. കറന്റ് സ്റ്റേജ് ഏതുമായി? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞാണ് ഇൻഫ്ലമേഷൻ ഡ്യൂറേഷൻ നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ എവിടേക്ക് കറന്റ് ഇത് കഴിഞ്ഞ് സെലക്ട് ദ റെമഡി സെലക്ട് ചെയ്യാൻ പറ്റും. ഈ സെലക്ട് ചെയ്യാൻ ഇവര് ബുദ്ധിമുട്ടുമില്ലാതെ മെഡിസിൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു സിംറ്റം നമ്മളുടെ അടുത്ത് വരുമ്പോഴും ഏത് ഓർഗൻ എഫക്റ്റ് ചെയ്താണ്, ഏത് സിസ്റ്റത്തിൽ എഫക്റ്റ് ചെയ്താണെന്ന് പഠിക്കുക. വിച്ച് ഓർഗൻ, വിച്ച് സിസ്റ്റം. ആ ഒരു സിംറ്റം അതിൻ്റെ സിംറ്റമിൻ്റെ ഫോമിൽ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് മീൻസ് ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കോൺകോമിറ്റന്റ്. ദാറ്റ് ഈസ് ഓൺ വൺ സൈഡ്. രണ്ടാമത്തെ ഭാഗത്തിൽ എടുക്കും. ഇതിൽ വരുന്ന മാറ്റങ്ങളെ കൊണ്ട് ഏതെല്ലാം ഫങ്ഷൻസ് ഓൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓക്സിജൻ കുറവ് വന്നാൽ അവിടെ ഹെമോഗ്ലോബിൻ കാരിയേഴ്സ്, മറ്റുള്ള ടിഷ്യൂസിൽ വരുന്ന ഡിഫക്റ്റുകൾ, ലങ്ങിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവാം, ലങ്ങിൻ്റെ ടിഷ്യൂസിൽ ട്യൂബർക്കിൾസ് വന്നു കഴിഞ്ഞാൽ അതിന് എപ്പോഴും അത് വലുതാവാനോ അതിൻ്റെ
വോള്യൂം കൂടുന്നത്, അല്ലെങ്കിൽ അത് ഒരു എംഫിസിമാറ്റസ് കണ്ടീഷനോ, അല്ലെങ്കിൽ ഏത് വാട്ട് എവർ ബി ദ കണ്ടീഷൻ, അത് ഏത് സ്റ്റേറ്റ് ആണ്, ഫങ്ഷൻലെസ് ആവാം, ഫങ്ഷൻ ആവാം. പിന്നെ ലങ്സിൽ കുറെ നമുക്ക് കാണാൻ പറ്റും, കൊളാപ്സ് ഓഫ് ലങ്സ്, ഇങ്ങനെ കുറെ കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലങ്സിന് എങ്ങനെ, അപ്പൊ അതിന്റെ പോരായ്മകൾ എവിടെ കാണും? ഈ ശരീരത്തിൽ ഈ മറ്റുള്ള ഭാഗങ്ങൾ കാണും. അപ്പോൾ സിംറ്റമിനെ നോക്കാൻ പഠിക്കണം. ഇതുപോലെ എത്രത്തോളം സിംറ്റംസിനെ സിംറ്റം അനാലിസിസിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംറ്റം എടുക്കുമ്പോൾ നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കണം, മെയിൻ സിംറ്റംസ് ഏത്, എല്ലാം നോക്കി തയ്യാറാക്കി കൊണ്ടുവരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടി ഡീറ്റെയിൽ ചെയ്ത് അല്ല മറ്റേ ഇന്ററാക്ട് ചെയ്യാലോ കുറച്ച്. അപ്പൊ അതായത് ഞാനിപ്പോ ഇത്തിരി നേരത്തെ കഴിച്ചതെന്ന് വെച്ചാൽ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി ഒന്ന് ഇന്ററാക്ട് ചെയ്യാനാണ്. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് തരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി തരികയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ പത്തോളജി ആയാലും പത്തോളജി എന്ന് കേൾക്കുമ്പോഴേക്കും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ, ബോറിക് മെറ്റീരിയൽ മേടിക്കുക, ഇൻട്രൊഡക്ഷൻ വായിക്കൂ, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ലെവൽ കഴിയുമ്പോൾ നേരത്തെ സൂര്യ പറഞ്ഞ ആലിയൻ സെപ്പാർട്ട് ടു ഫോസ്ഫറസ് ആയിട്ടുള്ള സ്റ്റേജ്, ആ രോഗത്തിന്റെ നോസ് തൊട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് തൊട്ട് ലങ്സ് വരെ എത്തുന്ന ഓർഗൻസ്, അതിൽ ഏതൊരു ഓർഗൻ പഠിക്കുമ്പോഴും അതിന്റെ ഇന്നർ പാർട്ട്, ദാറ്റ് ഈസ് മ്യൂക്കസ് മെംബ്രെയിൻ, ദെൻ മസ്കുലർ ആൻഡ് ഔട്ടർ സിയറസ്, ഈ 3 ഭാഗങ്ങളും ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യണം. ഏതൊരു ഇപ്പൊ ലങ്സിലെ ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാലും അതിന്റെ അടിയിലത്തെ ഭാഗം ഇൻഫീരിയർ ഡയഫ്രം, അപ്പൊ ഡയഫ്രത്തിന്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും, അതിന്റെ മോൾ ഭാഗം, ഇതെല്ലാം നമ്മളൊരു ടച്ച് വന്നാൽ നമുക്കൊരു പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ, ഇപ്പൊ ശ്വാസം മുട്ട് വലിച്ചുകൊണ്ട് വരുന്ന ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ അറിയാം ഇരുന്നിട്ട് വലിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുക. അപ്പൊ നമുക്ക് ഇരുന്നിട്ട് വലിക്കുമ്പോൾ ഏതെല്ലാം മസിൽസ് ആണ് വലിയണത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മൾ കാണുമ്പോൾ തന്നെ സ്ട്രക്ചറലി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് ഫിസിക്കലി നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ അവർ പത്തറ്റിക് കണ്ടീഷൻ, അതേ സമയത്ത് തന്നെ ശ്വാസം ഓക്സിജൻ കിട്ടാണ്ട് കണ്ണുതള്ളിയിരിക്കുന്ന സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാത്തിനും അടിസ്ഥാനപരമായി നമ്മളൊരു അനറ്റമിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മിനിമം ആയിട്ട് വേണം. ഇത്രയും നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതൊരു ഡ്രഗ് എടുക്കുമ്പോഴും അതിന്റെ പത്തോഫിസിയോളജിക്ക് നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, വാട്ട് ഈസ് ദ പത്തോഫിസിയോളജി ഓഫ് സച്ച് ആൻഡ് സച്ച് ഡ്രഗ്. ഒരു 10 പ്രാവശ്യം വെറുതെ വായിച്ചു നോക്കൂ, സിമ്പിളായിട്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. അങ്ങനെ ഒന്ന് കവർ ചെയ്താൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. അത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യാനല്ലോ, ഏതെങ്കിലും പോർഷനോ വല്ലതും പറയണമെങ്കിൽ ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. സമയമുണ്ടല്ലോ അല്ലേ? എത്ര മിനിറ്റ് ഉണ്ട്? കാരണം നമുക്കിനിയിപ്പോ ഒരു 8 മിനിറ്റ് ഉണ്ട്. 8 അപ്പൊ മിനിറ്റ് ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഞാൻ തന്നെ പറയാം. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കെങ്കിലും സംശയം ഉണ്ടോന്നൊന്ന് നോക്കാം സാറേ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ സാറ് തന്നെ അത് തുടരും. ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ചോദിക്കാം സാറേ. ആർക്കെങ്കിലും സംശയമുണ്ടോ സാർ? ഇത്രയും ദിവസം എടുത്ത ക്ലാസ്സിൽ ആരും ഹാൻഡ് റൈസ് ചെയ്തില്ല. സാർ തന്നെ ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്താലും. സാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു എല്ലാവരും ബോറയ്ക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ട് വരണമെന്നും. ഞാൻ പറഞ്ഞിരുന്നു. ആ ബോറയ്ക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിയവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കൂ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കി. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബോറയ്ക്ക് ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, മറ്റേ ബിന്ദുറാണി, അവർക്കൊക്കെ പറയാൻ പറ്റും. ഏതെങ്കിലും ഇപ്പൊ ഏതാ മരുന്ന് ബോറയ്ക്ക് ഇൻട്രൊഡക്ഷൻ, അതുപോലത്തേക്ക് ആർക്ക് പറയാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മളതൊന്ന് കവർ ചെയ്താൽ മതി. ആരെങ്കിലും കവർ ചെയ്തവരുണ്ടോ ഇവര് കൂടാതെ? ഒന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്ത് തരാം. ഹാൻഡ് റൈസ് ചെയ്യാൻ റീന ഡോക്ടർക്കാണെങ്കിൽ നേരിട്ട് അൺമ്യൂട്ട് ചെയ്യാം. കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആർക്കൊന്നും പറയാനില്ല അല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ. അടുത്ത ക്ലാസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭാഗ്യലക്ഷ്മി മാഡം ഉണ്ടല്ലോ. ഇതുപോലെ തന്നെ പോയാലും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പോയാൽ മതി, കുഴപ്പമില്ല.
അതെ, ഓക്കെ. ഇത് കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴും വ്യത്യസ്ത സ്റ്റൈലുകൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുമല്ലോ. സാറേ അത് കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. ഓക്കെ. ബാക്കിയുള്ളവരല്ലേ സാർ ആൻസർ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഡോക്ടറെ. അതെ, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ബാക്കി ക്ലാസ് ഇല്ലാത്തവരുടെ കാര്യം എന്താണെന്നാണ് അറിയേണ്ടത്. അതിനാണ് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. ആ സാറിന്റെ ഏ, ക്ലാസ് ഈ- നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. സാറിപ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് മെറ്റി- മനസ്സിലാകുന്ന മെറ്റീരിയൽ രീതിയിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അതെ, ഈ മെറ്റീരിയൽ പഠിക്കുക ഇങ്ങനെയും പഠിക്കാവുന്നുള്ളതാണ് സാറിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവ്. കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ അല്ലെ ആ, പോകുന്ന കാര്യങ്ങളിലോട്ട് സാറിന് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായ ക്ലാസ്സാണ്. അത് പിന്നീട് എല്ലാവർക്കും അത് മനസ്സിലാവും. കാരണം ആദ്യം ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്ന് കഴിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. എന്തുകൊണ്ടും ആ, വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് സാറ് പോകുന്നത്. ആ വഴികളിലൂടെ നടക്കാൻ നമ്മളും തയ്യാറാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ പത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടാനൊന്നുമില്ല. ഇതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത്, പേഷ്യന്റ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതായത് ഒരു പേഴ്സൺ നമുക്കറിയാം ഹൂ ഈസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ തൊട്ട് ഡെഫിനേഷൻ നമ്മൾ തുറക്കണം. നമ്മൾ ഡിസീസ് എന്ന് പറയുമ്പോൾ ഡിറേഞ്ച്മെന്റ് ഓഫ് വൈറ്റൽ ഫോഴ്സ് വിച്ച് ഈസ് എക്സ്റ്റേണലി എക്സ്പ്രസ്ഡ് ബൈ മാനിഫെസ്റ്റേഷൻ സിംറ്റം എന്നൊക്കെ പറയും. ഒരു ഡിസ്കംഫർട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോ അവസ്ഥകളിൽ തോമസ് ചേട്ടൻ 5 വർഷമെടുത്ത് 10 മമ്മട്ടികൾ ഉപയോഗിച്ച് അത് കാച്ചുവാനായി മാത്രം 2 ലക്ഷത്തോളം രൂപ ചെലവായി. ദിവസവും അത് കാച്ചുവാനായി മാത്രം ഇത് ഇത് അത് ഇടയ്ക്ക് കയറി വന്നത്. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ഈ സിംറ്റംസ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിനെ മനസ്സിലാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെ രീതിയിൽ പേഷ്യന്റിനെ മനസ്സിലാക്കാൻ സാധിക്കും അതെല്ലാം നിങ്ങളുടെ കഴിവ് തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടോ അതെല്ലാം മനസ്സിലാവും. ഇപ്പം നിങ്ങൾ തൊട്ട അയൽവക്കത്ത് കാണിക്കുന്ന ഓരോരുത്തർ കാണിക്കുന്ന പ്രകൃതങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന സാധ്യതകൾ വരാവുന്ന രോഗങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ന തരത്തിലാണ്, ഇന്ന തരത്തിൽ പേര്. അതുപോലെ നമുക്ക് പല ഫാമിലീസിലും പല പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്നത് അപ്പോൾ ഏതൊക്കെ തരത്തിലുണ്ടാവും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മിനിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം എടുക്കാം. എന്താണ്, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന്, ഭക്ഷണം കഴിക്കുന്നത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം. രാവിലെ എഴുന്നേറ്റ് ഒരു വിത്തിൻ 2 hours ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ആ കഴിച്ചിരിക്കുന്നത് 50% ഓഫ് ഫുഡ് ക്യാൻ ടേക്ക്. 50% ഭക്ഷണം കഴിക്കാം. അതേപോലെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു 3 മണിക്കൂർ മുമ്പ് നിർത്തിയിരിക്കണം. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് നിർത്തിയിരിക്കണം. ഇത് 2 കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. ഹാപ്പി ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എൻഡോർഫിൻ, ഡൊപാമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ. ഈ 4 ഹോർമോൺ ഉണ്ടാക്കാനുള്ള വഴികളും കണ്ടെത്താം. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ് കൊണ്ട് കിട്ടും. ഡൊപ്പാമിൻ എന്ന് പറഞ്ഞാൽ സ്നേഹം, അതുപോലത്തെ കാര്യങ്ങളെ കൊണ്ട് കിട്ടും. സെറോട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റവരെ അംഗീകരിക്കുമ്പോൾ കിട്ടും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകാരം കിട്ടും, അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 2 കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ 2 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഉറങ്ങുന്നതിന് ഈ 3 മണിക്കൂർ മുമ്പും സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. സ്ട്രെസ് ഉണ്ടായാൽ കോർട്ടിസോൾ കയറും. ദേഷ്യമാണ് വരണമെങ്കിൽ അഡ്രിനാലിൻ കയറും. കോർട്ടിസോൾ ഇൻഫ്ലമേഷൻ പ്ലസ് കോർട്ടിസോൾ, മറ്റത് ഇൻഫ്ലമേഷൻ പ്ലസ് അഡ്രിനാലിൻ. ഏതാണ് വേണ്ടതെന്ന് നമ്മൾ അപ്പൊ ഈ തരത്തിലുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൃത്യമായി അവലോകനം ചെയ്തു വന്നാൽ എല്ലാവരും ഹെൽത്തിയാവും. പ്രത്യേകിച്ച് ഹോമിയോ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷെ ഇതിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പേഷ്യൻ്റാണ്. ഞാൻ ഏത് പേഷ്യൻ്റ് വന്നാലും ഡേ റൂട്ടീൻസ് ആണ് ചോദിക്കാറ്. നിങ്ങൾ രാവിലെ എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പൊ ഇന്ന കാര്യം പറയും. ഈ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ആ ആളുടെ ഐഡിയ എടുക്കും. ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തോട്ടോ, ഇന്ന പോലെ ചെയ്തോളാൻ പറയും. ദെൻ ഐ വിൽ ടേക്ക് ദിസ്. അപ്പൊ ഡേ റൂട്ടീൻ ചേഞ്ച് അപ്പൊ പറഞ്ഞു കൊടുക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊരു രോഗം വരുമ്പോഴും രോഗിയുടെ ഭാഗത്താണ് ഉള്ള കംപ്ലൈന്റിനെ അവർ തന്നെ തിരുത്തണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അവർക്ക് അഡ്വൈസ് കൊടുക്കുക. നമ്മൾ മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല പ്രധാനം. നമ്മൾ മെഡിസിനിൽ പ്രധാനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ അവരറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ടോൺസിലൈറ്റിസ് ഉള്ള കുട്ടികളെ കുളിപ്പിക്കുകയാണ്.
തല വേർതിരിക്കാനത്ത് തലയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടോൺസൈറ്റിസ് കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ടോൺസൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് എപ്പോഴും ഓറൽ ബ്രത്തേഴ്സ് ആണ്. അവർ ഏതെങ്കിലും ടൂറിനോ മറ്റേനോ പോയാൽ മറ്റുള്ള ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യത കൂടും. ഇതെല്ലാം ബിക്കോസ് അഡനോയിഡ്സ് വരുമ്പോൾ മൂക്കോടെയും വായ തുറക്കുമ്പോൾ ഇൻഫെക്ഷൻ കിട്ടുമില്ല. അപ്പം നമ്മൾ എപ്പോഴും അതിനെ കവർ ചെയ്തെടുക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും? വയറ് ഗ്യാസ് വന്ന് വയറിനകത്ത് കയറും. അപ്പം നമ്മൾ വെറുതെ വെള്ളം കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ എംറ്റി. അതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നവർക്ക്. അപ്പം അതുപോലെ എങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നുകൂടി ഒന്ന് നിങ്ങൾ ചിന്തിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോർമുലകളെല്ലാം കിട്ടും. ഇതെല്ലാം നമ്മളിങ്ങനെ തട്ടി തട്ടി തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാരണം അന്ന് കാലത്ത് ഇതുപോലത്തെ ക്ലാസ്സുകളൊന്നും ഇല്ല. ഇപ്പോഴല്ലേ ഈ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ വഴിക്കും. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് എന്താ ആര് പറഞ്ഞു തരുന്നവർ ആരും പറഞ്ഞു തരുമൊന്നുമില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കാം. അപ്പോഴാണ് നമ്മൾ ഓരോ അപ്പം നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള അവസ്ഥ കൃത്യമായി പഠിക്കണം. അപ്പം നോർമലായിട്ട് പഠിക്കുക, അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈസിയാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നത്, ഇന്നിപ്പോൾ ഒബിസിറ്റി, ഡയബറ്റീസ്, ലിവർ കംപ്ലൈൻറ്റ് എന്താ പ്രധാനം? അടുത്ത ടോപ്പിക്ക് ലിവറിൻ്റെ ആണ് കേട്ടോ. ഈ ലങ്സ് കഴിഞ്ഞാൽ ലിവറിൻ്റെ പറയുമ്പോൾ അറിയാം. നമ്മൾ കൂടുതലും ഭക്ഷണം കഴിക്കുന്ന മെറ്റബോളിക് സിൻഡ്രോം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇന്നിപ്പോൾ ഗൾഫ് ഏരിയയിൽ പോകണം, അവരൊക്കെ നേരത്തെ എത്ര നേരം വൈകണം. അപ്പോൾ ഉറക്കവും ഭക്ഷണമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പ്രധാനമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കഴിക്കുന്ന കലോറി എത്രയാണ്, നമുക്ക് എത്ര കലോറി വേണം, ഇതെല്ലാം ഈച്ച് ആൻഡ് എവരി മാൻ മസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ട് പ്രവർത്തിക്കാവുന്ന ഒരു നല്ല ഒരു രീതി കൊടുത്താൽ തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവായിട്ട് ഹെൽത്തി ആയി വരും. ഹോമിയോപ്പതി കൊടുത്താൽ 100 times ഹെൽത്തി ആയി വരും, യാതൊരു സംശയവുമില്ല. ഒരു കേസ് പോലും ഫെയിൽ ആവില്ല. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഇത്ര തൽക്കാലം. അടുത്ത ക്ലാസ്സിൽ വളരെ നല്ല ഉപദേശങ്ങളാണ് സാറ് തരുന്നത്. നമുക്ക് സമയമായി. സാറിന് നന്ദി പറയുന്നതിന് ഭാഗ്യലക്ഷ്മി മാഡം ഉണ്ടോ? ഭാഗ്യലക്ഷ്മി മാഡം അടുത്തിനെ അൺമ്യൂട്ട് ചെയ്യണമായിരിക്കും. ബിനോയ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഡോക്ടറെ എന്നാ സമയം ചോദിക്കാനുള്ള പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് സമയം കുറഞ്ഞ് നന്ദിയും കൂടെ പറയണം. അതെ അതെ. ഡോക്ടർ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. എങ്ങനെയാണ് ബോറിക്കിന്റെ മെറ്റീരിയൽ മെഡിക്കയുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന് പ്രിഫേസ് വളരെ എഫക്റ്റീവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. എൻ്റെ ഒരു സജഷൻ ആയിരുന്നു, പറയാൻ റിക്വസ്റ്റ് ആണ്. ഡോക്ടർ ഓൾറെഡി മെൻഷൻ ചെയ്ത് റീനൽ കിഡ്നി ഡിസീസിന്റെ പ്രോഗ്രഷൻ ആണ് അടുത്ത സ്കോപ്പ് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിക്വസ്റ്റ്. താങ്ക് യു. ആൻഡ് വൺ മോർ തിങ്, സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രോഗ്രഷൻ ലൈക്ക് കാർഡിയോ വാസ്കുലർ, അത് ബ്ലഡ് പ്രഷർ, അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുക, അതും ഇൻക്ലൂഡ് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ആണ്. അടുത്ത വേറൊരു സെഷൻ 5 എണ്ണം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 5 എണ്ണം, അതായത് ലിവർ, ഹാർട്ട്, ബ്രെയിൻ, സ്റ്റൊമക്ക്, ലങ്സ്. 5 എണ്ണം. 5 വൈറ്റൽ ഓർഗൻസിനെ ഇതേപോലത്തെ ഡിസീസ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അത് ക്ലാസ് കഴിയുന്നത് നിങ്ങൾ ഇനി മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിളും ഇഡൻ പ്രോട്ടോക്കോളും ഈ ക്ലാസ്സോട് തന്നെ തീർക്കും. ഇഡൻ പ്രോട്ടോക്കോളും മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിളും. മറ്റേതിൽ പിന്നെ നമ്മൾ ഡിസീസിനെ പറ്റിയും അതിലേക്ക് വരുന്ന രീതികളെ പറ്റി പറഞ്ഞു. ഞാൻ തെറപ്യൂട്ടിക്സ് അധികം പറയുന്നില്ല എന്ന്, ഞാൻ വേ ഓഫ് അപ്രോച്ച് ടു നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഒരിക്കലും ഇതല്ല എടുക്കേണ്ടത്. അത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് വളരെ എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോഗ്രഷൻ എങ്ങനെ റിക്കവർ ചെയ്യാൻ നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റും പേഷ്യൻസ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലായി. അത് നമ്മുടെ പേഷ്യന്റ് കേസ് ടേക്കിങ്ങിലും അതുപോലെ തന്നെ സിമുലത്തിലേക്ക് എത്തുന്നതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. Thank you very much. Thanks from an IFPH standpoint and all the participants standpoint. Thank you. നന്ദി ബിനോയ് ഡോക്ടറെ. എന്തായാലും നമ്മുടെ 2165 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ രാധാകൃഷ്ണൻ സാറിനും അതുപോലെ തന്നെ സൂര്യ രാജീവ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനി അടുത്ത ബുധനാഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.